ഭരണകൂടം എന്ന് വെച്ചാൽ നമുക്ക് മാറി മാറി വരുന്ന ഭരണകൂടങ്ങൾ, മോദി അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ മൻമോഹൻ സിംഗിൻ്റെ ഭരണകൂടം, ഇന്ദിരാഗാന്ധിയുടെ ഭരണകൂടം, ആ ഭരണകൂടം നടപ്പിലാക്കുന്ന സംഗതികളെന്ന നിലയ്ക്കല്ല പൊതുവായി ഇതിനെ കാണേണ്ടത്. കാരണം എന്താണോ ഒരു 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 അതിദേശീയ വികാരം ഇതിൽ പങ്കുവയ്ക്കുന്നത്, പോയിന്റ് എന്താണ്? അതിദേശീയതക്കാർ ഇതിൽ പങ്കുവയ്ക്കുന്നത് എന്താണോ അത് കോടതിയിലും സാധ്യമാകുന്നു, സർക്കാരിലും സാധ്യമാകുന്നു, പോലീസിലും സാധ്യമാകുന്നു, എല്ലായിടത്തും ഒരുപോലെ പ്രവർത്തിക്കുകയാണ്. ഭരണകൂടം, സ്റ്റേറ്റ് എന്താണ് ആഗ്രഹിക്കുന്നത് അതിനപ്പുറം പോകുന്നില്ല ഒരു കേസിലും, ഒരു കോടതിയും എന്ന് കാണണം. ടീസ്റ്റാസ് തൽവാദിൻ്റെ കാര്യത്തിൽ എന്താണ് ഭരണകൂടം ആഗ്രഹിക്കുന്നത് അത് കോടതിയിലും നിർവഹിക്കപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത്. കോടതി ഒരു തിരുത്തൽ ശക്തിയായിട്ട് നമ്മൾ കാണുന്നില്ല. അതാണ് പറയുന്നത്, എൻറ്റയർ സിസ്റ്റം ഒരു നെറ്റ്വർക്ക് പോലെ പ്രവർത്തിക്കുന്നു ഒരേ താല്പര്യത്താൽ. അതിൽ ഈ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് എന്ന് പറയുന്ന ആളുകൾ, മൻമോഹൻ സിംഗ് മാറുകയോ മോദി മാറുകയോ വാജ്പേയി വരികയോ അതൊരു ഘടകമേ അല്ല. ഈ അതിദേശീയതയുടെയും ഈ പറയുന്ന സവർണതയുടെയും താല്പര്യം എല്ലായിടത്തും ഒരുപോലെ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് മോദി പ്രധാനമന്ത്രിയാവുന്നതിന് മുമ്പുള്ള മൻമോഹൻ സിംഗിൻ്റെ പ്രധാനമന്ത്രി പദത്തിൻ്റെ കാലത്തും വലിയ തോതിൽ മനുഷ്യർ വേട്ടയാടപ്പെട്ടിട്ടുണ്ട്, ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെട്ടിട്ടുണ്ട്, ദലിതരും ആദിവാസികളും വേട്ടയാടപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ കാണണം. അപ്പോൾ സ്റ്റേറ്റിൻ്റെ താല്പര്യം എന്ന് വെച്ചാൽ എല്ലായിടത്തും ഒരുപോലെ പ്രവർത്തിക്കുകയാണ്. നോക്കൂ, നമ്മുടെ ദേശീയ താല്പര്യത്തിന് മേലെ രണ്ട് മുസ്ലിം ചെറുപ്പക്കാർ വന്നു നിന്ന് പ്രസംഗിക്കുകയാണ്. ആ പ്രസംഗത്തിന് പിന്നാലെ വലിയ ജനസംഘാടന ഉണ്ടാവുകയാണ്. വെച്ച് പൊറുപ്പിക്കാൻ പാടില്ല ഇവന്മാരെ എന്നാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുവായ ഫീൽ. അതാണ് നമ്മളിപ്പോൾ എല്ലായിടത്തും കാണുന്നത്. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അല്ലെങ്കിൽ ലോകത്ത് എവിടെ ഇല്ലാത്ത ന്യായങ്ങൾ കോടതി പറയുകയാണ്. ഒന്നാമത്തെ കാര്യം, ഈ കോടതി ഏത് സർക്കാർ മുന്നോട്ട് വെക്കുന്ന, ഏത് ഏജൻസി മുന്നോട്ട് വെക്കുന്ന വാദത്തെയും കോടതി ഒരു സ്ക്രൂട്ടിനിക്ക് വിധേയമാക്കിയ ശേഷമാണ് കമൻറ്റ് ചെയ്യുക സാധാരണ നിലയ്ക്ക്. അല്ലാതെ ഇത് നോക്കൂ, ആദ്യത്തെ ഒരു ജാമ്യാപേക്ഷ തള്ളുമ്പോൾ ഈ ഏജൻസി മുന്നോട്ട് വെച്ചിരിക്കുന്ന വാദങ്ങൾ ഗൗരവതരമാണെന്ന് തോന്നുന്നു, ഇപ്പോൾ ജാമ്യം കൊടുക്കാൻ കഴിയില്ല എന്ന് കോടതിക്ക് പറയാം. എത്ര തവണ ഏതെല്ലാം കോടതികളിൽ ഈ ജാമ്യഹർജി വന്നു. അപ്പോൾ അതിനിടയിൽ എത്രയോ തവണ ഇതിൻ്റെ സ്ക്രൂട്ടിനിക്ക് സാധ്യത ഉണ്ടായിരുന്നു. അതിലേക്ക് കടക്കാതെ, വിചാരണയിലേക്ക് കടക്കാതെ ഇവയെല്ലാം ഗൗരവമുള്ള തെളിവുകൾ, ജാമ്യം കൊടുക്കാൻ കഴിയാത്ത തെളിവുകൾ എങ്ങനെയെന്ന് കോടതിക്ക് പറയാൻ പറ്റും? പ്രസംഗങ്ങൾ, അവ കലാപത്തിന് ആഹ്വാനം, ഡയറക്റ്റ് കലാപം നടത്തുന്ന ആഹ്വാനം ചെയ്താൽ ഓക്കെ, കോടതിക്ക് ജാമ്യം നിഷേധിക്കാം. ഈ പ്രസംഗങ്ങൾ കലാപത്തിനുള്ള ആഹ്വാനമായി മാറിയത് സ്ഥാപിക്കുന്നതിന് ഒരു ജുഡീഷ്യൽ പരിശോധനയും വാദപ്രതിവാദങ്ങളൊക്കെ വേണ്ടേ? അതൊന്നും ഇവിടെയില്ല. നമ്മുടെ രാജ്യത്ത് നിയമത്തെ മുൻനിർത്തിക്കൊണ്ട് പല കോടതികൾ പലതരത്തിലുള്ള നിലപാട് പറയുന്നു. ചില കോടതികൾ പറയുന്നു, മാവോയിസ്റ്റ് ബുക്കുകൾ നിങ്ങൾ കയ്യിൽ വെച്ചാൽ ഒരു കുഴപ്പവുമില്ല, അത് തീവ്രവാദത്തിൽ കണക്കാക്കാൻ പറ്റില്ല. നിങ്ങളുടെ പ്രസംഗങ്ങൾ ഏതെങ്കിലും നിലയ്ക്ക് മറ്റേതെങ്കിലും നിലയ്ക്ക് ആളുകളെ സ്വാധീനിക്കപ്പെട്ടു എന്നതൊരു പ്രശ്നമായിട്ട് കാണാൻ പറ്റുമെന്ന് പറയുന്ന കോടതികൾ, പാടില്ല എന്ന് പറയുന്ന കോടതികൾ, അല്ലെങ്കിൽ സാക്കിർ നായിക്കിൻ്റെ പ്രസംഗം സ്വാധീനിക്കപ്പെട്ടു എന്ന് പറയുന്ന സ്റ്റേറ്റ് സംവിധാനം, ശശികലയുടെ പ്രസംഗം സ്വാധീനിക്കപ്പെടുന്ന പ്രശ്നമേ ഇല്ല എന്ന് വിചാരിക്കുന്ന സ്റ്റേറ്റ് സംവിധാനവും കോടതികളും. അപ്പോൾ ഇതിൽ താല്പര്യം എന്ന് പറയുന്നത് എല്ലായിടത്തും ഒരുപോലെ, എല്ലാ പോയിന്റുകളിലും ഒരുപോലെ പ്രവർത്തിക്കുന്നു. അതായത് ഭരണകൂടത്തിനെതിരായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പദ്ധതി ഉണ്ടെങ്കിൽ നിങ്ങൾ ഒമർ ഖാലിദിനെ കണ്ടോ, നിങ്ങൾ സ്റ്റാൻ സ്വാമിയെ, നരകിച്ചു മനുഷ്യനെ കണ്ടോ, നിങ്ങൾ ഗൗതം നവ്ലാഖയെ കണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഈ വെടികൊണ്ട് വീണ് മരിച്ച ആൾക്കാരെ കണ്ടോളൂ. ഞങ്ങളുടെ സന്ദേശം വളരെ ക്ലിയറാണ്. നിങ്ങൾ ആവശ്യമില്ലാത്ത സംഘാടനങ്ങൾക്ക് നിൽക്കരുത്. നിങ്ങൾ ദലിതരെ സംഘടിപ്പിക്കാൻ നിൽക്കണ്ട, നിങ്ങൾ സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന മനുഷ്യരുടെ മേർജിന് നിൽക്കണ്ട. ഇതൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ ഒരു ദയയും ഞങ്ങൾ കാണിക്കില്ല. അല്ലെങ്കിൽ നമുക്ക് 5 വർഷമായിട്ടും നോർമലി ജാമ്യം കിട്ടുന്ന മനുഷ്യർ, ജാമ്യമാണ് നിയമം എന്ന് വിചാരിക്കുന്ന ഒരു സിസ്റ്റം ഉള്ള ഇന്ത്യയിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള മെസ്സേജ് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് മിണ്ടാൻ പരിപാടി ഉണ്ടെങ്കിൽ മിണ്ടണ്ട എന്ന സന്ദേശം കൊടുക്കുകയാണ്. അപ്പോൾ അത് ചാനൽ നിരോധിക്കുന്നതിന് പിന്നിൽ, ആളുകളെ പിടിച്ച് അകത്തിരുന്നതിന് പിന്നിൽ, ജാമ്യം നിഷേധത്തിന് പിന്നിലെല്ലാം ആ പൊതുവായ താല്പര്യമുണ്ട്. ആ പൊതുവായ താല്പര്യം എന്ന് വെച്ചാൽ ഡീപ്പ് സ്റ്റേറ്റിൻ്റെ താല്പര്യമാണ്. ആ താല്പര്യത്തെ മറികടന്ന് ഒരിക്കലും ഒരാൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത തരത്തിലുള്ള പവർ അതിനുണ്ട്. അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അത് കോടതിയിൽ പോയാൽ അത് പരിഹരിച്ച് കിട്ടും. അല്ലെങ്കിൽ വലിയ വർത്തമാനം പറയുന്ന, വിപ്ലവ വർത്തമാനം പറയുന്ന നേതാക്കൾ ഭരണാധികാരികളായി വന്നാൽ മാറിക്കിട്ടും. കേരളത്തിൽ CPIM എന്നും അല്ലെങ്കിൽ ലെഫ്റ്റ് ഒരു ഫ്രണ്ട് ഭരിക്കുന്നതുകൊണ്ട് കേരളത്തിൽ അതിന് എക്സെപ്ഷൻ കിട്ടും എന്ന് വിചാരിക്കണം. കേരളത്തിൽ തന്നെ എക്സെപ്ഷൻ വല്ലതും കിട്ടിയിട്ടുണ്ടോ? ഒന്നും കിട്ടിയിട്ടില്ല. അപ്പം സിസ്റ്റം എന്ന് പറയുന്ന ഡീപ്പ് സ്റ്റേറ്റ് എന്ന് പറയുന്ന സംവിധാനത്തിനകത്ത് എല്ലാ തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനും അതിനകത്തുണ്ട്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും അതിനകത്ത് മോചനമില്ല. അതിൻ്റെ ആളുകൾ എല്ലായിടത്തും ഉണ്ട്. അവർ അതിൻ്റെ കർത്തവ്യം എന്ന് പറയുന്ന സംഗതിയെ നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നതിൻ്റെ അനുസ്യൂതമായി അത് പോകുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് ഒരു വിഘാതം ഉണ്ടാക്കണമെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഡ്രാസ്റ്റിക് സംഗതി, ഒരു മാറ്റം ഉണ്ടാവണം. ആ മാറ്റം ലോകത്തുണ്ടായിട്ടുള്ളത് ചെറിയ സമയമൊന്നും എടുത്തിട്ടല്ല. നമുക്കും അതിന് ആ സമയം വരെ കാത്തിരിക്കേണ്ടി വരും. ഒരുപാട് മനുഷ്യർ നമ്മുടെ നാട് ഒരു പ്രശ്നത്തിലാണ്. ആ പ്രശ്നത്തിൻ്റെ രക്തസാക്ഷികളായിട്ട് ഒരുപാട് പേര് പോയി, ഒരുപാട് പേര് ജീവിക്കുന്ന രക്തസാക്ഷികളായിട്ട് അവരുടെ ജീവിതം കൊണ്ട് ഹോമിക്കുന്നു ഒരർത്ഥത്തിൽ. ഒരുപാട് മനുഷ്യർ പുറത്തിരിക്കുമ്പോൾ ഒരുപാട് പേര് അകത്ത് കിടക്കുകയാണ്. അവർ ഒരു തെറ്റും ചെയ്യാത്ത മനുഷ്യർ കിടക്കുന്നു. അപ്പോൾ അവരുടെ ഒരു ലൈഫിനെ അവർ ഹോമിക്കുന്നതിനെ നാം വാല്യൂ ചെയ്യണമെന്ന് ഞാൻ പറയും. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ നാളെ എല്ലാം കൂടെ പരിഹരിക്കപ്പെടാനൊന്നും പോകുന്നില്ല.